ഹലോ, വെൽക്കം ബാക്ക് ടു ഫൈഹാസ് റെസിപ്പി. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കായിട്ടാണ്. സാധാരണ രീതിയിൽ നമ്മൾ ബ്രെഡ് നമ്മളുടെ സ്വീറ്റ് വേർഷനാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഞാനിവിടെ ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഒരു ബ്രെഡ് ഫ്രൈ ആണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത്. നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കോഴിമുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ബേക്കിംഗ് സോഡ വെച്ചും ചേർത്ത് കൊടുക്കാം. ഒരു കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ടെടുക്കണം. ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിനെ നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററാക്കി മാറ്റിയെടുക്കുക. ഒരുപാട് ലൂസും ആവരുത്, എന്നാൽ ഒരുപാട് തിക്ക് ബാറ്ററും ആവരുത്. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കരുത്. കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം വേണം ഇതിനെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ഒരു ഇച്ചിരി ചപ്പും അതുപോലെ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഒന്നിങ്ങോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രെഡ് ഫ്രൈയിലേക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ബ്രെഡ് എടുക്കുന്നുണ്ട്. ഒരു 6 സ്ലൈസ് ബ്രെഡാണ് ഞാനിതിലോട്ട് എടുക്കുന്നത്. ഈ ഒരു ബ്രെഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നീളത്തിലോ അല്ലെങ്കിൽ ക്യൂബ്സ് ആയിട്ട് സ്ക്വയർ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രെഡ് ഇവിടെ ഞാനിതുപോലെ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ചൂടായ എണ്ണയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഞാനിവിടെ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്ററിൽ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഒരു സൈഡൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഇതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഈ ഒരു ബ്രെഡ് ഈ ഒരു എണ്ണയിൽ ഇങ്ങനെ പൊങ്ങിക്കെടുക്കണം. അപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. മാവ് ഒരുപാട് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇത് കിട്ടൂല. അപ്പോൾ മാവ് എപ്പോഴും ഇച്ചിരി ലൂസായിട്ട് വേണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ബ്രെഡും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അരിപ്പൊടി എല്ലാം ചേർത്ത് തയ്യാറാക്കിയോണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു ബ്രെഡ് ഫ്രൈ ഇരിക്കുന്നത്. ഉള്ളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ബ്രെഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതേ ബാറ്റർ സ്വീറ്റ് വേർഷൻ ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഒരിക്കൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് എല്ലാം അറിയിക്കുക. അപ്പോൾ താങ്ക് യു.